നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം, ഇവിടെ ഇങ്ങോട്ട് കോപ്പർ, സിൽവർ, ഗോൾഡ്, സിങ്ക്, കാഡ്മിയം, മെർക്കുറി, കോപ്പർ, പിന്നെ നിങ്ങൾ ബോറോൺ, അലുമിനിയം, ഗാലിയം, ടൈറ്റേനിയം, നിയോബിയം, കാർബൺ, സിലിക്കോൺ, ജർമേനിയം, ടിൻ, ലെഡ്, അയൺ. ബാബുച്ചാന് ഓർക്കുമ്പോൾ ഈശോയും ആരോഗ്യവാനായിട്ട് വർഷങ്ങൾ ഈ കുടുംബം ജീവിക്കാനായിട്ട് കുടുംബത്തിന് മാർഗദീപമായി ജീവിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരെയും വേണ്ടതായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകി വഴി നടത്താനായിട്ട് അനുഗ്രഹിച്ചതിനോട് നന്ദി അറിയിക്കുകയാണ്. കുഞ്ചപ്പച്ചേട്ടൻ മാല ഇടുന്നോ? എല്ലാവരും ഒപ്പെടുന്നോ? ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 7 വയസ്സ് കഴിഞ്ഞല്ലേ മെമ്മറി ഓർത്തിരിക്കുള്ളൂ. അതിന് ശേഷമുള്ളത്. അപ്പൊ ഞാൻ ആറ്റിലൊരിക്കലും നീന്താൻ പോയി. അന്ന് ആറില് നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഞാൻ നീന്തൽ എനിക്ക് അറിയാമായിരുന്നു. ഞാൻ 6ന്റെ ഒരു പകുതി കഴിഞ്ഞ് പിന്നെ കുറെ കൂടെ മുന്നോട്ട് പോയി. എന്നിട്ട് തിരിച്ചു വന്ന് ഇവിടുന്ന് ചാടുകയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒഴുക്കുള്ളിടത്ത് നമ്മള് നേരെ കട്ട് ചെയ്യല, നമ്മളൊരു ആംഗുലറായിട്ട് നീന്തുള്ളൂ. അങ്ങനെ പോയി കഴിയുമ്പോൾ നമ്മള് ഇങ്ങനെ എവിടെ എത്തണമെന്ന് വിചാരിച്ച് നമ്മള് അവിടെ കടക്കുന്നുണ്ടെങ്കിൽ അവിടെ എത്തിയില്ലെന്ന് വരും. എന്നിട്ട് തിരിച്ച് നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിന്റ് വന്നാൽ നമ്മൾ ഡെസ്റ്റിനേഷൻ പോയിന്റ് എത്തുന്നതിനേക്കാളും കൂടെ താഴെ വന്നേ നിൽക്കുകയുള്ളൂ. എന്നുവെച്ചാൽ നമുക്ക് ആരാണ്ട് പറഞ്ഞാല് ആക്സിലറേഷൻ 10 അടി പോകുമ്പോൾ 3 അടിക്ക് നമുക്കിട്ട് വെള്ളം തട്ടുക. അങ്ങനെ വന്ന് ഒരു ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് കയറാൻ മേലാതെ വന്ന് കുറച്ചുകൂടെ താന്നു പോയി ഒരു ഈടിയെ പിടിച്ച് കയറി. ഞാൻ ആരാണ്ട് പറഞ്ഞാൽ ഡ്രൗണ്ട് ആകാതെ പോയി. അങ്ങനെ പോയി. ഇത് എത്ര വയസ്സുണ്ടായിരുന്നു? അത് കൂടി വന്ന ഒരു 10 വയസ്സ് കാണും. അന്ന് ഞാൻ ആറ്റിൽ അവിടെ ചെറുപ്പത്തിൽ മുതലേ ആറ്റില്ല കുളിക്കുന്നത്. അതുകൊണ്ട് അറിയാമായിരുന്നു. ഏത് വെള്ളത്തിൽ നീന്തി പൊങ്ങി 6ന്റെ പകുതി വരെ പോയിട്ട് വീണ്ടും തിരിച്ചു പോരും. പക്ഷെ ഒരു പ്രാവശ്യം അങ്ങോട്ട് പോയച്ചു വന്നപ്പോൾ തിരിച്ചിവിടെ വരുന്ന നമ്മൾ കയറാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് കയറാൻ പറ്റിയില്ല. കുറെ താഴോട്ട് പോയി. പിന്നെ ഒരു ഏടിയെ തുപ്പി പിടിച്ച് കയറി കരക്കൂടെ കയറിയാ തിരിച്ചു വന്ന. ഐ വാസ് ഓൾമോസ്റ്റ് ടെററൈസ്ഡ്. സംഗതി പൊട്ടിപ്പോയെന്ന് വിചാരിച്ച. ഈ തലമുറയുടെ ഏറ്റവും മൂത്തയാളാണ് ഞാൻ. എനിക്ക് 86 വയസ്സ്, പാപ്പുച്ചായന് 95 വയസ്സ്. അപ്പൊ പാപ്പുച്ചായൻ ചെറുപ്പത്തിൽ 10-12 വയസ്സുള്ളപ്പോ ഈ മുറ്റത്തൂടെ നടന്ന അയലോകത്തുള്ള പിള്ളേർ ഇവിടെ വരും, ബോള് കളിക്കും, തെറിക്കും. അങ്ങനെ നേരം ഇവിടെ നീണ്ട മുറിയാണ്. ഒരു ബോള് അങ്ങോട്ട് അകത്തോട്ട് കയറും. ഞാൻ അന്നേരം അവിടെ മുറിക്കകത്ത് വലിയൊരു മാതാവിന്റെ രൂപമുണ്ട്, ഇങ്ങനെ വിത്ത് നിറച്ചിരിക്കുന്നു. ആ ബോളെടുത്തപ്പം ബോളെടുക്കാൻ ഇവർ ഓടി വരുന്നോന്ന് എനിക്കറിയാം. ഞാൻ ആ രൂപത്തിന്റെ പുറകോട്ട് ഞാൻ പമ്മി കുമ്മിയ. ഇവിടെ എല്ലാരും അകത്ത് കയറി കോളം തീരി എന്നോട് ചോദിച്ചു. അന്നേരം അവസാനം ഞാൻ പമ്മിയപ്പോ പറയണീന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പപ്പിച്ചായ മുട്ട നിൽക്കാമെങ്കിൽ ഞാൻ എന്നെ എപ്പോഴും ഇവര് മുട്ടാൻ നിർത്തും. നിൽക്കാമെങ്കിൽ തരാമെന്ന് എന്നോട് പറയാം. ഞാൻ പറഞ്ഞു പാപ്പച്ചായ മുട്ട നിൽക്കാമെങ്കിൽ ഞാൻ തരാമെന്ന്. ബോള് പിടിച്ചോണ്ട് മുട്ട നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ രൂപം കാണിക്കുകയും ചാട്ടിയെടുത്തു. ഓടിയപ്പോഴത്തേക്ക് ഞാൻ കാണിച്ച പാപ്പച്ചായ മുട്ട എല്ലാവർക്കും കളിയാക്കി
മുട്ടതിക്കാൻ എന്നെ ഞാൻ ഓർത്ത് പാപ്പിച്ചാനെ മുട്ടതിക്കാൻ എന്നെ പറ്റിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ അതിനുശേഷം ആരും മുട്ടേന്ന് അങ്ങിൽ മാത്രം ചാരും നിൻ പ്രാണപ്രിയണി. വല്യമ്മയുടെ കാര്യത്തില് പുള്ളിക്കാരത്തി ഭയങ്കര പായസായിരുന്നു. എല്ലാ ദിവസവും ഈ അന്ന് കാറ് പോവുകയില്ല. നേരം വെളുത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അന്നേരം ഒരുങ്ങി ഈ കുന്ന് കയറി പള്ളി പോകും. ഞാൻ ഇവിടുന്ന് നടന്നു വരുമ്പോൾ മമ്മി പോയി കഴിഞ്ഞാൽ ഞാൻ പോവുള്ളൂ. ഞങ്ങൾ തമ്മിൽ ഇവിടുന്ന് ഞങ്ങൾ ഒരുമിച്ചിറങ്ങിയാൽ ഞാൻ പള്ളി ചെല്ലുമ്പോൾ മേൽക്കുട്ടി പകുതി വഴിയാകും. അത്ര പയ്യെ നടക്കുള്ളൂ, വളരെ സ്ലോയാ നടപ്പ്. അങ്ങനെ ഞാൻ ഇവിടുന്ന് മമ്മി പോയി കഴിഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങാനിൽ പകുതിയെ വെച്ച് ഞാൻ മമ്മിയെ കാണും. ഞാൻ പള്ളി ചെന്ന് ഒരു കുറെ കഴിയുമ്പം വരും. എന്നാലും എല്ലാ ദിവസവും പള്ളി പോകും. അങ്ങനെ ഭയങ്കര പായസായിരുന്നു ആള്. എനിക്ക് ഇന്ന് ഇവിടെ എനിക്ക് എല്ലാ ദിവസവും ഞാനവിടെ പ്രധാനിക്കുമ്പോൾ എനിക്ക് ഏറ്റവും പുറകിൽ ഒരാളെ കാണാം. നമ്മുടെ ബാബുശേഖരന്റെയാണ്. എല്ലാ ദിവസവും ഒരു നല്ല ചിട്ടയായ ജീവിതം. എനിക്ക് തോന്നുന്നു ആ ഒരു ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നാണ് ബാബുശാൻ ഈ നമ്മുടെ കുടുംബത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ഈ കുടുംബത്തെ മുഴുവൻ ചേർത്ത് പിടിക്കാനുള്ള ഒരു വലിയൊരു എല്ലാവരും അസാധ്യമായ കാര്യമാണ്. ഇങ്ങനെ എല്ലാവരുമായിട്ടൊരു നല്ല സ്നേഹബന്ധത്തിൽ നിലനിർത്തുക, എല്ലാവരെയും ചേർത്ത് പിടിക്കുക, മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, അതിനപ്പുറത്തേക്ക് തന്റെ തലമുറയ്ക്ക് കീഴിലുള്ള എല്ലാവരെയും കൂടെ ഒരു മുതിർന്ന കാരണവർ എന്ന നിലയിൽ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, ഒരു പക്ഷെ അസാധ്യമായ കാര്യമാണ്. അതെങ്ങനെ പാപ്പുച്ചാന് സാധിക്കുന്നു വെച്ചാൽ പാപ്പുച്ചാൻ എന്നും ഈ ദൈവത്തോട് വലിയ ബന്ധമാണ്. അതും എല്ലാ ദിവസവും ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ച് ആ ഒരു ദൈവത്തിൽ നിന്നൊരു സ്നേഹം സ്വീകരിക്കുന്നതുകൊണ്ടായാലും ആണ് ബാക്കി എല്ലാവരെയും ഒരുപോലെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റും. അങ്ങു മാത്രമാണിന്നും എന്റെ സർവസ്വം. ഈ മാരേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗീവ് ആൻഡ് ടേക്ക്. അതായത് നമ്മൾ ഹസ്ബൻഡിൽ നിന്നും വൈഫ് പഠിക്കാൻ കാണും, വൈഫിന്റെ ഹസ്ബൻഡ് പഠിക്കാൻ കാണും. വിട്ടുവീഴ്ച ഇല്ലാതെ, അതായത് ഞാൻ പറഞ്ഞത് കേട്ടെങ്കിൽ അല്ലാതെ നടക്കുകയില്ല എന്നൊരു ചിന്താഗതി ഉണ്ട്. ഈ പണിക്ക് പോകാതിരിക്കാൻ നല്ലത്. ക്ഷമിക്കാൻ തയ്യാറില്ലെങ്കിൽ, അതായത് ആംഗുലാരിറ്റീസ് ഇൻ ക്യാരക്ടർ, ഓരോരുത്തർക്കും അവൻ്റേതായ പെക്യൂരിറ്റി അതില്ലാതെ ലോകത്തിൽ ഒരുത്തനുമില്ല. 100% ഈശോ മിശിഹ മാത്രം ലോകത്തിൽ ഇഷ്ടപ്പെട്ടില്ലെന്നുള്ളത്. പക്ഷെ മനുഷ്യർക്ക് അനലൈസ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ ഒരാളല്ലാതെ ലോകത്തിൽ പെർഫെക്റ്റ് ആയിട്ട് ജനിച്ചിട്ടില്ല. മനുഷ്യനാണെങ്കിൽ അവന്റെ കൂട്ടത്തിൽ ബലഹീനത കാണും. അവൻ ഇപ്പൊ ഈ ആവശ്യമുണ്ട്, ചിലപ്പം ഓർക്കാതെ കണ്ട് ടെമ്പറമെന്റ്സ്, അത് നമ്മുടെ കെമിക്കലായിട്ട് പറഞ്ഞാൽ ചില എലിമെന്റ്സിന്റെ ശരീരത്തില് സാന്നിധ്യം. ഇപ്പൊ മാഗ്നീഷ്യം കൂടുതലുണ്ടെങ്കിൽ അവൻ അരിശം കൂടുതൽ വരും. അപ്പം നമ്മുടെ ശരീരത്തിന്റെ അകത്തെ കെമിക്കൽ കണ്ടന്റ് ഞാനും എയും ബിയും തമ്മിൽ മാറ്റം വരും. എനിക്കൊരു വാക്ക് കേട്ടാൽ അന്നേരം നമ്മൾ മൂക്കയിൽ അരിശ ചുണ്ടിത്തരം മറുപടി പറയും. ചിലര് തൊഴിച്ചാൽ മിണ്ടുകയില്ല. അപ്പൊ ആക്ടിവിറ്റി വ്യത്യാസം വരും. അപ്പം ജീവിതത്തിൽ അത്രയും എക്സ്ട്രീംസ് അല്ലെങ്കിലും ഈ പ്രത്യേകിച്ച് മാരീഡ് ലൈഫിൽ ക്ഷമിക്കാൻ തയ്യാറില്ലെങ്കിൽ പണിക്ക് പോകാതിരിക്കാതെ. Good answer, Daddy. അങ്ങേ പോലും ദൈവമേ അരുളിയിലൂകി. അതായത് നമ്മുടെ ജീവിതത്തില് പരാജയം ഉണ്ടാലും അതിൽ നിന്ന് ഇട്ടേച്ച് മാറുകയില്ല. നമ്മൾ ശരിക്കും ഒരു കാര്യങ്ങൾ പഠിച്ചുണ്ടായെങ്കിലും നമുക്ക് ആദ്യം വരുന്ന പരാജയങ്ങളോ അല്ലെങ്കിൽ വീഴ്ചകളോ കൊണ്ട് കൂടുതൽ പഠിച്ച് നമ്മൾ എന്താണ് നമ്മളത് വിജയിക്കാതിരുന്നെന്ന് പഠിച്ച് അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യല്ലാതെ എ റോളിംഗ് സ്റ്റോൺ വിൽ നോട്ട് കളക്ട് എനി മൂവ്സ്. ഇത് പറ്റിയില്ല നിങ്ങൾ ഇട്ടേച്ച് അങ്ങോട്ട് മാറി 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 ഇങ്ങനെ പോയാൽ ജീവിതം പോവുകയുള്ളൂ. പുള്ളയെ പിടിച്ചാലും മുറുക്ക പിടിക്കണമെന്ന് പറയും. അതായത് അവിടെ പിടിച്ചില്ലെങ്കിൽ അവിടെ നിൽക്കാൻ ഒക്കുകയില്ല. അല്ലാതെ കണ്ട് ഈ ഒരു ഫിക്കിൾ മൈൻഡഡ് ഹാബിറ്റ് പാടില്ല. സ്ട്രോങ്, ഞാനിത് ചെയ്തേ പറ്റുള്ളൂ. പണ്ട് ഈ പിന്നെ നമ്മുടെ 8 കാലി ചാടി പല പ്രാവശ്യം ചാടിയിട്ട് അവസാനം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഒരു എയിം നമുക്ക് ഇന്നത് നേടണമെന്ന് വിചാരിച്ചാൽ ആദ്യം പരാജയം വന്നാലും അതിൽ നിരാശരാകാതെ അതിനെ എന്താണ് തെറ്റെന്ന് കണ്ട് തിരുത്തുകയും ആ അറ്റംപ്റ്റിൽ നിന്ന് മാറാതെ വീണ്ടും തുടരുകയും ചെയ്താൽ യു വിൽ ബി സക്സസ് ഇൻ ലൈഫ്.
That's not all. Even now at 95, we love the way you watch and analyze news each day across the world. We think you can start your own news channel. Well, Daddy, didn't you have a habit of learning a new word every day? Definitely. What is that habit? I took English papers and I will find out which word I don't know. I will immediately take down in a notebook what is the word there, and I will write the meaning of it, and I will repeatedly read it, and that way I know what the meaning is. If I forget after 2 or 3 days, while I was sleeping, I will just remember what are the words that I have studied today. Minimum 5 words by reading English papers. I know what the meaning is. I have to refer the dictionary, find the meaning, write it down in a notebook, read it, intermittently refer to it. And so, if possible, while writing a letter or something, I will try to use these words in my letter. അങ്ങീലല്ലാതെ വേറെന്നാശ്രയം. എന്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേക ഒന്നെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ ചെടികളോട് വളരെ ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഞാൻ ചെടികളൊക്കെ തന്നെ നട്ടും അതിന് മാനുവർ ചെയ്യുന്നതും അത് നടുന്നതും, അതുപോലെ തന്നെ പച്ചക്കറി കൃഷി. ഇപ്പൊ ഞാനിവിടെ ഇപ്പൊ പടവലും നട്ടിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും ചെന്ന് ഞാൻ തന്നെ അതിന് വെള്ളമൊഴിക്കും, ഞാൻ തന്നെ ഇതിന് വളമൊഴിക്കും, ഞാൻ തന്നെ അതില് കൃമികീടങ്ങളുണ്ടെങ്കിൽ അത് നശിപ്പിച്ച് കളയും. പടവലമാണെങ്കിൽ അതിന് വലിയ കെട്ടും, വള്ളി കെട്ടി നീളാനായിട്ട്. അതുപോലെ പാവയ്ക്കാണെങ്കിൽ പൊതിഞ്ഞു കിട്ടും. ഇത് ഞാൻ തന്നെ ഒരുത്തരോട് ചെയ്യണമെന്ന് പറയല, ഐ വിൽ ഡു ഇറ്റ് ഫോർ മൈസെൽഫ്. അതുപോലെ തന്നെ ഇപ്പൊ കൃഷി സ്ഥലങ്ങളിലാണെങ്കിൽ ഞാൻ തന്നെ ചെന്ന് നോക്കും, വാഴ കുലയ്ക്കാറായോ, അതിനെന്ത് പോരാഴിയുണ്ട്, അതിനെന്ത് വളം ചെയ്യണം, അതിനെന്താണ് പ്രസന്റ് എന്നുള്ളത് നോക്കിയിട്ട് പണിക്കാരനോട് പറയും, ഇന്നടത്തൊരു വാഴ നിപ്പുണ്ട്, അതിന് ചുണ്ടൊടിക്കാറായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് വളം ചെയ്യാറായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നടത്തെ കൊല വെട്ടാറായിട്ടുണ്ട് എന്ന് പറയും. ഇപ്പൊ ഞാൻ കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ once in a week I myself will go and search and see what the present condition is. We love visiting Mutholi because we know one thing for sure, that we will never leave empty-handed. Daddy gives us so much vegetables and fruits. So much vegetables that sometimes I think we don't need a supermarket. It is so satisfying to watch you take care of your garden and each plant in it. അങ്ങിൽ മാത്രം ചാരുന്നിൽ പ്രാണപ്രിയനേ. ഏറ്റവും പ്രധാനം നമ്മളെ ഭക്ഷണ കാര്യങ്ങളിൽ ഉള്ള നിഷ്കർഷയാണ് നമ്മുടെ ആരോഗ്യനില. എനിക്ക് അഹിതമാണെന്ന് ഞാൻ അറിയാവുന്ന ഒരു സാധനം, ഇപ്പൊ ഞാൻ ഷുഗറുകാരനാണെങ്കിൽ ഞാൻ ജിലേബി കിട്ടി അപ്പോഴേ തിന്നുക എന്ന് വെച്ചാൽ യു ആർ ഗോൺ. എന്റെ ശാരീരിക അവസ്ഥ എന്താന്ന് ഞാൻ തന്നെ പഠിക്കണം. അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ സിസ്റ്റത്തിന് ചേരാത്തതും അതിന് തന്നെ അളവും ക്വാളിറ്റി ക്വാണ്ടിറ്റി മാറ്റേഴ്സ്. ഇപ്പൊ രാവിലെ ആണെങ്കിൽ എനിക്ക് 3 ഇഡ്ഡലി തിന്നാൻ വിശപ്പുണ്ടെങ്കിൽ ഞാൻ 2 കൊണ്ടേ നിർത്തുകയാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്. എപ്പോഴും അല്പം വിശപ്പ് മിൽക്ക ചെയ്ത് നിർത്തണം. അല്ലാതെ ശ്വാസം മുട്ടുന്നവരെ ചിലര് ഭക്ഷണം കഴിച്ചു അയ്യോ ശ്വാസം, അങ്ങനെ സ്റ്റേജിൽ കഴിക്കാൻ പാടില്ല. കഴിക്കുന്നത് എപ്പോഴും ഒരു 20% വെയ്ക്കൽ സ്tomach ഇട്ടുകൊടുക്കണം. അതുപോലെ തന്നെ ഈ ആവശ്യമില്ലാത്ത വളരെയധികം എരിവ്, വളരെയധികം തണുപ്പ്, വളരെയധികം പുളി, ഈ 3 കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചാൽ സ്റ്റൊമക്ക് ഡിസ്റ്റർബൻസ് ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യും. Mummy have told us that you are a great chemistry teacher. And we think that's why you're still full of energy. Maybe you secretly discovered a stay young forever formula. കഴിഞ്ഞ 3-4 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ഓഫീസിലായിട്ട് താഴോട്ടായിട്ട് മൊത്തം പരിപാടി വായിച്ചില്ല.
അങ്ങിൽ മാത്രം ചാരുന്നിൻ പ്രാണപ്രിയണി. Grown up in an agricultural base, and our parents are originally agriculturists. So definitely the natural tendency and the inherent quality were ability to be interested in agriculture. Even now, though I am not a full-time agriculturist, I spend a lot of time for it. I have bought everything, edible items, fruit items, flower items, everything. I myself plant it, I nourish it, I see whether it is growing well or not. So it's a time pass business. It's a very interesting, and so that is my present occupation. Daddy, is it true that when you wanted to be chemistry professor, pursue chemistry, Daddy and the father support ചെയ്തില്ല? എന്നെ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ വീട്ടില് ആദ്യമായിട്ട് ഞങ്ങൾ 5 ആണുങ്ങളില് ആദ്യമായിട്ട് കോളേജിൽ പഠിക്കുകയും ഒരു ജോലി ചെയ്യുകയും ചെയ്തിട്ടില്ല. മറ്റവരെല്ലാ സ്ഥലത്തിനും പുറത്ത് പോയവരാ. ഞാൻ മാത്രമേ ഒരു ജോലി ചെയ്ത ആളുള്ളൂ. ഞാൻ പല രണ്ട് പറഞ്ഞാല് പ്രതിബന്ധങ്ങളെയും കടന്നാണ് ഞാൻ പോയത്. ഞാൻ 1948 BSc പാസ്, പ്രീ ഡിഗ്രി 10ാം ക്ലാസ് പാസ്സായി. 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് 48 കഴിഞ്ഞ് ഇവിടെ പാലാ കോളേജ് 50-ലുണ്ടായി. 50 ഞാൻ അവിടെ കയറി. ഞാൻ ഇവിടുന്ന് ഇന്റർമീഡിയറ്റ് പാസ്സായി. എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചങ്ങനാശ്ശേരി കോളേജിൽ പോയി BSc കെമിസ്ട്രി അവിടെ നിന്ന് പഠിച്ചു. ചങ്ങനാശ്ശേരി BSc പാസ്സായി കഴിഞ്ഞ് MSc പഠിക്കാൻ മധ്യപ്രദേശ് സാഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ അത്രയും സ്ഥലത്ത് തന്നെത്താനെ യാത്ര ചെയ്ത് സാഗർ യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ച് അവിടെ ആപ്ലിക്കേഷൻ കൊടുത്ത് അവിടുത്തെ നിന്ന് അവിടെ അഡ്മിഷൻ മേടിച്ച് അവിടുത്തെ ആദ്യത്തെ ക്ലാസ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഒരു BScക്ക് അന്നൊരു വർക്കുണ്ടായിരുന്നു. ഓരോരുത്തർ പഠിപ്പിക്കാനുള്ള പാഠങ്ങൾ തന്നെത്താനെ പ്രിപ്പയർ ചെയ്ത് ഒരു ക്ലാസ് എടുക്കണം. അപ്പം അവിടുത്തെ പ്രൊഫസറും വിദ്യാർത്ഥികളും എല്ലാവരും ഇരിക്കും. ഞാൻ ആസ് എ ടീച്ചർ അവിടെ പോയി മോഡൽ സ്റ്റോക്കും മനസ്സിലും തന്ന ഒരു ക്ലാസ് എടുക്കും. മധ്യപ്രദേശില് യൂണിവേഴ്സിറ്റിയില്. And there was an association called Chemistry Association. I was nominated as the secretary. Wow. അങ്ങു മാത്രമാടിന്നു നിന്റെ സർവസ്വം. As far as I could, I did my best in my life. Say, after retirement, This without sugar. You eat sugar? Without sugar after the venom? Sorry. after 31 years of total, I got 33 years of teaching experience. And after 33 years of teaching experience, I served as in my say in our church 1 year, 5 years in Panchayat, and I was the president of the cooperative societies immediately after my retirement. So as long as I could, in various fields, I rendered my service and I gave them much help as a president of the cooperative society, member of the Panchayat, and also member of the diocese committee. I was member of the managing board of Alfonso College till 85 years. When I completed my 85th age, I told them that I am sufficient age, please kindly exempt me from it. Otherwise, they would like to continue. അങ്ങേയല്ലാതെ വേറെയില്ലെന്നാശ്രയം. Most important thing in life is one, നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്ന വാക്ക് പാലിക്കുക. ഏറ്റവും വലിയ ആവശ്യം. ഞാനിപ്പോ ഒരാളുടെ പൈസ മേടിച്ചു, ഇന്ന സമയത്ത് ഞാൻ തരുമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കുക. ഞാൻ ഇന്ന കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യുക. ഞാൻ ഇന്ന സമയത്ത് വരുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യുക. ഇത് കാലത്ത് വരുമെന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് കാണാതിരിക്കുക. കാശ് മേടിച്ചുകൊണ്ട് മേടിക്കുമ്പോൾ കാണാം. പിന്നെ പഴയത്തെ കാലത്തൊരു വർത്തമാനമുണ്ട്, ഒരു ചെറിയ വായ്പ കൊടുത്താൽ നീ ഒരു ശത്രുവിനെ സൃഷ്ടിക്കുന്ന.
ഈ ചെറിയ വായ്പ കൊടുത്ത് മേടിച്ചു കഴിഞ്ഞാൽ അവൻ ചോദിക്കുമ്പോൾ തരികയില്ല, പിന്നെ അവൻ നമ്മളെ കാണുമ്പോൾ ഓടും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമ്മുടെ ലോകത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഈ സാമ്പത്തികമായ കാര്യങ്ങളിലെല്ലാം മേടിച്ചാ കൊടുക്കുക, പറഞ്ഞ പോലെ ചെയ്യുക. അതുപോലെ ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ വരുമെന്ന് പറഞ്ഞാൽ ചെയ്യുക. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ പാലിക്കാനായിട്ട് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അവരുടെ വീടുകളിൽ ചെല്ലുക, അവരെ കാണുക, അവരുമായിട്ടുള്ള ബന്ധം പുലർത്തുക, അവരുടെ വിഷയങ്ങൾ അന്വേഷിക്കുക, അവർക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുക്കുക. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം മേടിച്ചു കൊടുത്താൽ മതി എന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യുക. അപ്പൊ അവർക്ക് നമ്മളോടൊരു സ്നേഹവും നമുക്ക് അവരോടും. അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ പഠിച്ചവരോ നമ്മളുടെ പണിക്കാരോ നമ്മൾ ഏത് തരത്തിൽ ബന്ധപ്പെട്ടവരായാലും അവരൊരു മിസറബിൾ കണ്ടീഷൻ ആണെങ്കിൽ നമ്മളാൽ ആകാവുന്ന സാമ്പത്തികവും അല്ലാത്തതുമായ സഹായം ചെയ്യുക എന്നുള്ളത് ഒരു മനുഷ്യധർമ്മമാണ്. നമ്മൾ ഒത്തിരി വലിയ സ്നേഹത്തിന്റെ ഒരു അനുഭവം ഇവിടെ വരുമ്പോ എപ്പോഴും ഒരു സ്വർഗീയ അനുഭവം. ഒരു സ്നേഹത്തിന് അനുഭവം അതെനിക്ക് തോന്നുന്നത് പാപ്പിച്ചാന്റെ ഒരു പ്രത്യേകമായൊരു അനുഗ്രഹമാണ്. പാപ്പിച്ചാന്റെ കുഞ്ഞിനെ എല്ലാവരും ചെയ്യുന്നത് ഒരു തലമുറയുടെ മുഴുവൻ കേന്ദ്രമാണ്. അങ്ങിൽ മാത്രം ചാരുന്നിൻ പ്രാണപ്രിയണി. ഒന്ന് ആരെന്താ പറയുന്നത്, ഈ നല്ല പ്രായത്തോളം ഭൂമിയിൽ ജീവിക്കാൻ അപ്പനെ അമ്മയും ബഹുമാനിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രമാണങ്ങളില് നമ്മളോട് പ്രതിഫലം പറഞ്ഞുള്ള കൽപ്പന. അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 10 പ്രമാണങ്ങളിൽ നീ ഇന്നത് ചെയ്താൽ നിനക്ക് ഇന്നത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പറഞ്ഞിരിക്കുന്നത് നിന്റെ അപ്പനെയും അമ്മയും മാതാവിനെയും പിതാവിനെയും ബഹുമാനിച്ചാൽ നീ നല്ല കാലത്തോട് ജീവിക്കും. ആ എന്ത് പറയുന്നു? അതായത് കുടുംബമാണ് നമ്മുടെ ഒരു സമൂഹത്തിന്റെ ബലം. അപ്പൊ ആ കുടുംബ ജീവിതത്തിൽ അപ്പനും മക്കളും തമ്മിൽ ബന്ധമില്ല, ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധമില്ല. അങ്ങനെ വരുന്നു, പക്ഷി കൂട്ടി കയറുന്നു, ഏതെങ്കിലും സമയത്ത് വന്ന് കയറുന്നു, ആഹാരം കഴിക്കുന്നു, നേരം വെളുത്ത് ഇറങ്ങി പോകുന്നു. അത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കുടുംബജീവിതം നശിച്ചാൽ പഴയ കാലത്തെ ആ കുടുംബത്തിന്റെ സ്നേഹബന്ധങ്ങള് ഇപ്പൊ ഒരു രോഗം വന്നു, ഒരു കുടുംബത്തിലാണ് നമ്മൾ കുടുംബാംഗങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ അവിടെ കാത്തു നിൽക്കുന്നു. അത് രോഗിക്കൊരാശ്വാസം, രോഗിയുടെ ബന്ധുക്കൾക്കൊരു ആശ്വാസം, നമ്മൾക്കും അവരെ സഹായിച്ചു എന്നുള്ള ഒരു നല്ല ഒരു ബോധം ചെയ്തല്ലോ എന്നൊരു ഉപകാരം ചെയ്തല്ലോ എന്നുള്ളതിനകത്ത് നമുക്കൊരു താല്പര്യം. അതുപോലെ തന്നെ അവർക്കും ഇവർ നമ്മളോട് ചെയ്തല്ലോ, നമ്മളെപ്പറ്റി ഒരു കൺസിഡറേഷൻ ഉണ്ടല്ലോ എന്നുള്ളത്. അപ്പൊ അതും നമ്മളെ കുടുംബ അംഗങ്ങൾ ഒരേ വീട്ടിൽ ഒരേ മാതാപിതാക്കന്മാരുടെ ആണെങ്കിലും അല്ലെങ്കിലും നമ്മളോട് ബന്ധമുള്ള ആളുകളോടെല്ലാം നമ്മൾ കർത്താവിന്റെ പ്രമാണം തന്നെത്താൻ സ്നേഹിക്കുന്ന മറ്റെല്ലാവരെയും സ്നേഹിക്കുക എന്നുള്ള പ്രമാണത്തിന്റെ അനുസൃതമായി അങ്ങനെ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സ്നേഹിച്ചാൽ കുടുംബജീവിതവും ലോകജീവിതവും കുറെ കൂടെ എല്ലാവർക്കും ആനന്ദകരവും പ്രയോജനകരവും ആയിത്തീരും. Life makes you present when your relations with your neighbors and your family members, it is a cordial relationship, it is a heaven. If you live at loggerheads with them, it becomes a hell. So the living situations make a place either hell or heaven. So if you have friendly relationship with your neighbors, you will like to live here. If you are at loggerheads with them, you will like to kick the place at the earliest. Otherwise you will have no sound sleep. So a good neighbor is very essential, and good family relationship is very essential for a happy family life. Yes, very true. So, കേട്ടു ഇത് കളിക്കുന്നതല്ല, നമുക്ക് അടുത്ത സെന്റ് ആൻസിന്റെ പരിപാടിക്ക് പെരുന്നാൾ നമുക്ക് നിങ്ങളുടെ കുടുംബമല്ല പത്തായിട്ട് പെടുകളില്ലേ. ഞാൻ ഉപസരിക്കാൻ ഡോക്ടർ ഉപസരിക്കാൻ ഓ കുഴപ്പമില്ല. ഇവിടുത്തെ സംവിധാനം വേറെ സമയമായിരിക്കും, അവിടെ കുഴപ്പമില്ല. oxygen, sulfur, selenium, tellurium, polonium, fluorine, chlorine, bromine, iodine, antimony, thorium, neon, argon, krypton, xenon, radon,
ഇത് വ്യത്യസ്തമായി.